കേരളത്തിലെ ആദ്യത്തെ പക്ഷിഗ്രാമം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം ഏതാണ്? ഏത് പഞ്ചായത്തിനാണ് കാർബൺ ന്യൂട്രൽ വില്ലേജ് ഇന്ത്യയിൽ ആദ്യമായി ആ പദവി ലഭിച്ചത്? ഏത് സർവകലാശാലയാണ് വിദ്യാർത്ഥികൾക്ക് ആർത്തവാവധി ആദ്യമായി പ്രഖ്യാപിച്ചത്? കേരളത്തിലെ ഏത് ഗ്രാമപഞ്ചായത്താണ് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾക്ക് റോബോട്ടിനെ ഏർപ്പാടാക്കിയത്? ദിനംപ്രതി ഗ്രാമപഞ്ചായത്തുകളും കേരളത്തിലെ ഗ്രാമങ്ങളും സ്ഥാപനങ്ങളും ഓരോരോ പ്രത്യേകമായ സവിശേഷ നേട്ടങ്ങൾ കൈവരിക്കുന്നു. ഇതെല്ലാം തന്നെ PSCക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളായി മാറും. ആർക്കാണ് ബുദ്ധിമുട്ട്? നമുക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ. 100,000 കാര്യങ്ങൾ ഓരോ ദിവസവും വരുന്നു. ഇതൊക്കെ പഠിച്ചെടുക്കണം. പഠിച്ചെടുക്കാൻ ആവട്ടെ മറന്നുപോകുന്നു. വിരസമായ കാര്യമാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരുക്കുന്നത് ഏതെല്ലാമാണ് സവിശേഷമായ നേട്ടങ്ങൾ കൊയ്തെടുത്ത ഗ്രാമങ്ങൾ, ഏതെല്ലാമാണ് ആ പഞ്ചായത്തുകൾ, ഏതെല്ലാമാണ് ആ സർവകലാശാലകൾ, ഏതെല്ലാമാണ് ആ സ്ഥാപനങ്ങൾ, എങ്ങനെ അതിനെ ഓർമ്മയിൽ നിർത്താം, എങ്ങനെ അതിനെ വിരസമാക്കാതെ പഠനത്തെ കുറെ കൂടി താല്പര്യജനകമാക്കാം. ഒരതിശയിക്കുന്ന കാര്യമോ മാജിക്കോ അല്ല എനിക്ക് പറയാൻ പറ്റുന്നത്. പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും അറിയുന്നതായിരിക്കും, നിങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടായിരിക്കില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്കത് അറിയുന്നതായിരിക്കും. ഒന്ന് അവസാനം വരെ കാണൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫലപ്രദമാണോ എന്ന് പറയൂ. ഹായ് ഫ്രണ്ട്സ്, വിൻഡോസ് ജൂവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ നബി. ഇപ്പം കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. ഓക്കെ, ഇപ്പം ഞാൻ ആദ്യം പറയുന്ന ടിപ്പ് എന്താ വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, പേന എടുക്കുക, നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ പറയൂ. ആദ്യം ഒരു പേപ്പർ എടുക്കുക. ആദ്യത്തെ ടിപ്പാണ് പറയുന്നത്. ഒരു പേപ്പർ എടുക്കുക, പേന എടുക്കുക. എടുത്തല്ലോ, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങാം. ചെയ്തു നോക്കൂട്ടാ. ഓക്കെ, ഒരുപാട് ആശയങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ പക്ഷിഗ്രാമം 5 മിനിറ്റ് സമയമേ വേണ്ടുള്ളൂ. ഞാൻ ആദ്യം പറയുന്ന ടിപ്പിന്. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാണ്. പേപ്പറിൽ 2 സൈഡിലായിരിക്കണം, അപ്പുറം ഇപ്പുറം ഉണ്ടായിരിക്കണം. നൂറനാട് എന്ന് ഒരു സൈഡിൽ എഴുതി, അതിന്റെ പ്രത്യേകത പക്ഷിഗ്രാമം അപ്പുറത്തെ സൈഡിൽ എഴുതി. അത്രയേ ചെയ്യേണ്ടുള്ളൂ. അങ്ങനെ എഴുതിക്കോളൂ. കേരളത്തിലെ ആദ്യത്തെ കാർഷിക ഗ്രാമം കവിയൂർ. കേരളത്തിന്റെ കയർ ഗ്രാമം വയലാർ. കേരളത്തിന്റെ പക്ഷിഗ്രാമം നൂറനാട്. നിങ്ങൾ പോസ് ചെയ്ത് എഴുതണേ, എന്നിട്ട് പറയാം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. കേരളത്തിന്റെ ആദ്യ വ്യവസായ ഗ്രാമം പന്മന, കൊല്ലം. കേരളത്തിന്റെ ആദ്യ സമ്പൂർണ്ണ യോഗ ഗ്രാമം കുന്നന്താനം, പത്തനംതിട്ട. കേരളത്തിന്റെ ആദ്യത്തെ ജൈവ ഗ്രാമം ഉടുമ്പന്നൂർ, ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഗ്രാമം തുരുത്തിക്കര, എറണാകുളം. കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. കേരളത്തിലെ ആദ്യത്തെ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തളിക്കുളം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന അവയവദാന ഗ്രാമം ചെറുകുളത്തൂർ, കോഴിക്കോട്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി LED പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമം അയക്കുറിശി. കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം പനമരം. പത്തനംതിട്ട ജില്ലയിലെ ഏത് ഗ്രാമമാണ് കഥകളി ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നത്? അയിരൂർ. സൻസസ് ആദർശ് ഗ്രാമയോജന പദ്ധതി പ്രകാരം PT ഉഷ ദത്തെടുത്ത കോട്ടയം ജില്ലയിലെ ഗ്രാമം പള്ളിക്കത്തോട്. സംസ്ഥാന ടൂറിസം വകുപ്പുമായി ചേർന്നുള്ള സഹകരണ മേഖലയിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം കാസ്കോ വില്ലേജ്. ഇന്ത്യയിലെ ആദ്യത്തെ റെഡ് ക്രോസ് വില്ലേജുകളുമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമങ്ങൾ കാപ്പിക്കലം, കുറ്റ്യംവയൽ. ഓക്കെ, ഗ്രാമങ്ങളുമായി ബന്ധപ്പെട്ട സവിശേഷതകളാണ് ഞാൻ പരാമർശിക്കാത്ത ഏതെങ്കിലും പ്രത്യേകതയുള്ള ഗ്രാമങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങൾക്ക് ഗ്രാമങ്ങൾ ഒരു ഭാഗത്ത്, അതിൻ്റെ സവിശേഷതകൾ മറുഭാഗത്ത് കിട്ടി. ഓക്കെ, ഇപ്പോൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ റെഡ് ക്രോസ് വില്ലേജുകളുമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രാമങ്ങൾ നിങ്ങൾ പേപ്പറിൽ ഒരു ഭാഗത്ത് എഴുതി കാപ്പിക്കലം, കുറ്റ്യംവയൽ, വയനാട്. അപ്പുറത്ത് റെഡ് ക്രോസ് വില്ലേജുകൾ. ആദ്യം ഇന്ത്യ. ഇത്ര എഴുതിയാൽ മതി. 3 പോയിന്റ് അവിടെ എഴുതണ്ടുള്ളൂ. ഇപ്പൊ ചിലതിന് അത്രയും വേണ്ട. ഇപ്പോൾ ഹരിത ടൂറിസം ഗ്രാമം, ആദ്യ ഹരിത ടൂറിസം ഗ്രാമം കാസ്കോ വില്ലേജ്, തിരുവനന്തപുരം എഴുതിയ അതിൻ്റെ അപ്പുറത്ത് അത്രേ എഴുതണ്ടുള്ളൂ. അങ്ങനെ എഴുതി വെച്ചല്ലോ. എത്ര ഗ്രാമങ്ങളുണ്ട് നിങ്ങളൊന്ന് പറയും. എനിക്ക് തോന്നുന്നു 20 ചിലപ്പോൾ 25. ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. ഞാനിത് തയ്യാറാക്കുമ്പോൾ 20 25. നമ്മൾ ഈ വിചാരിക്കുന്നത് പോലെ അത്രമാത്രം ബീഭത്സമല്ല നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് 2 ഭാഗമാണ് നമുക്കുള്ളത്. സാധാരണ പറയും, നമ്മളെ സോഷ്യൽ മീഡിയ നമ്മുടെ പ്രൊഫൈലിൽ കാണുന്ന സുന്ദരനുമല്ല, അത്രമാത്രം സുന്ദരനുമല്ല.
അതേപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡിൽ കാണുന്ന അത്ര മോശവുമല്ല നമ്മൾ. പക്ഷെ നമ്മുടെ സ്ഥിതി എന്താ? മോശമാണ് ഒരു കാര്യം എന്ന് കണ്ടാൽ നമ്മുടെ മനസ്സ് അതിനായിട്ട് പെരുപ്പിച്ച് വലുതാക്കും. ആകെ മോശം. ആവേശം കയറിയാലോ ആകെ ആവേശം. രണ്ടും ഒഴിവാക്കണോ? പാടില്ല, ഒന്ന് ഒഴിവാക്കുക. മോശമാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആകെ മോശം എന്നുള്ള അതിനെടുത്ത് തള്ളിക്കളയുക, അതിൻ്റെ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുക. ആവേശം കയറുമ്പോൾ കയറട്ടെ, അതിനനുസരിച്ച് പഠിച്ചു പോ. ക്ലിയർ? ഇത് എഴുതി വെച്ചോ. എഴുതി വെച്ച് ആദ്യത്തെ ടിപ്പ് ഏതാ ഞാൻ പറയാൻ പോകുന്നത്? സിമ്പിളാണ്. നിങ്ങൾ 5 മിനിറ്റ് സമയം എടുക്കുന്നുള്ളൂ. ഈ പറഞ്ഞ കാര്യത്തിന് എഴുതി കഴിയാൻ മാത്രം 5 മിനിറ്റ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇപ്പം ചില ഗ്രാമങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. ഈ പേപ്പറോടെ മാറ്റി വെച്ചു. നിങ്ങളൊരു പേപ്പറിൽ എഴുതി എന്താണ്? പക്ഷിഗ്രാമം നൂറനാട്. നോക്കി ശരിയാ. ഓക്കെ, അപ്പൊ അവിടെ ഒരു പോയിന്റ് കൊടുക്കുക. ആ പക്ഷിഗ്രാമത്തിന് ഒരു പോയിന്റ് കൊടുക്കുക. ഒന്ന് തെറ്റിയാലോ ഒന്ന് കുറയ്ക്കണം. ഇങ്ങനെ നിങ്ങൾ ഒരു ദിവസം ചെയ്യണ്ട. നിങ്ങൾ ഒരു ദിവസം അതൊന്ന് വായിച്ചു നോക്കുന്നു. നിങ്ങൾ വായിച്ചു കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? റിട്രീവ് ചെയ്യാന്ന്, ഓർമ്മയിൽ നിന്ന് എടുക്കുന്നു, എഴുതുന്നു. ഓർമ്മയിൽ നിന്ന് എഴുതുന്നു. പുതിയ ഗ്രാമങ്ങൾ വന്നാൽ ഈ ലിസ്റ്റ് ചേർത്തോ. എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്തത് ശരിയാണോ നോക്കുന്നു. ശരിയാണെങ്കിൽ നിങ്ങൾ പെൻസിലും റബ്ബറും വെച്ചിട്ട് ശരിയാണെങ്കിൽ ഓരോ പോയിന്റ് കൊടുക്കുന്നു. 5 പ്രാവശ്യമായാൽ അടുത്ത മാസം നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി. 5 മാസം ഒരേ ദിവസം ഇരുന്നിട്ട് റിപ്പീറ്റ് ചെയ്യരുത്, പല ദിവസങ്ങളിലായിട്ട് ചെയ്യാം. ഓക്കെ, 2 ദിവസത്തിന് ഇടവേളയിൽ ചെയ്താലും മതി. ഇങ്ങനെ വ്യത്യസ്ത ലിസ്റ്റുകൾ ഉണ്ടാക്കുക. ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് പഠിക്കാനുള്ളതിനെ കുറിച്ചൊക്കെ, കൺസെപ്റ്റ് ബേസ്ഡ് അല്ലാതെ പഠിക്കാനുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ കൃത്യമായി പറയുന്നു. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ ദീർഘകാലം നിൽക്കുന്ന ഒരു ശൈലി നിങ്ങൾ രൂപപ്പെടുത്തി. പക്ഷേ തുടർച്ചയായ 5 പ്രാവശ്യം നിങ്ങൾ ശരിയാക്കിയിരിക്കണം. ഓരോ പ്രാവശ്യം തെറ്റുമ്പോഴും അതൊന്ന് കുറയ്ക്കണം. അപ്പൊ കുറഞ്ഞു വരും. ഈ പഠിക്കാനുള്ളത് മെല്ലെ 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 കുറഞ്ഞു വരും. പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും ഇതേ പ്രോസസ്സ് ആവർത്തിക്കുക. ഓക്കെ, 20 എണ്ണല്ലേ ഉള്ളൂ. ഇതെപ്പോൾ ചെയ്യും? നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ ചെയ്താൽ മതി. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, അടുക്കളയിൽ രാവിലെ പണിയാണ്, ആ പണിയുടെ സമയത്ത് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് എടുത്ത് ആദ്യം ഈ ഒരു ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. യെസ്, റിട്രീവ് ചെയ്തു, എഴുതി വെച്ചു. യെസ്, അവിടെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ സമയമുണ്ട്. ഒരു പേനയോ പേപ്പറോ അല്ലെങ്കിൽ ഒരു സ്ലേറ്റോ എടുത്തിട്ട് ഒരു ഗ്യാപ്പ് പോകുമ്പോൾ 4-5 എഴുതി വെച്ചു. ഓർമ്മയിലുള്ളത് എടുത്ത് പരിശോധിച്ച് നോക്കി ശരിയാണോ തെറ്റാണോ എന്ന്. കുട്ടിയുമായിട്ട് നിങ്ങൾ കളിച്ചു നോക്കുമ്പോൾ കുട്ടിക്ക് എത്താത്തൊരു സ്ഥലത്ത് അത് സാധനം അവിടെ തൂക്കി വെച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് നോക്കുന്നു, അപ്പുറം നോക്കുന്നു. കുട്ടിയുടെ ഒപ്പം നിങ്ങളൊന്ന് ഒരു പേപ്പറിലോ ഏതോ സാധനത്തിലോ എഴുതി വെക്കുന്നു. നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ മാത്രം ചെയ്യേണ്ടതാണ്, കുത്തിയിരുന്ന് ചെയ്യേണ്ടതല്ല. കുത്തിയിരുന്ന് ചെയ്യുമ്പോഴാണ് ഇത് ബോറടി ആയിട്ട് മാറുന്നത്. ഈ എഴുതി വെക്കുന്ന പരിപാടി പഠന സമയത്ത് ചെയ്യാം. ഒരു ടിപ്പ് ഓക്കെ ആയോ? അടുത്ത ടിപ്പിലേക്ക്. ഒക്കെ സിമ്പിളാണ് പറയണത്. ഇതൊക്കെ ശാസ്ത്രീയമായി ശരിയാണെന്ന് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല. അപ്പം ഇനി നമുക്ക് അങ്ങനെ വരുന്നത് വയനാടാണ്. വയനാട് ഏതാണ് ജില്ല? ഇത് പലതവണ ചോദിച്ചതാണ്. കാർബൺ ന്യൂട്രൽ വില്ലേജ് വയനാടാണ്. വയനാടിൽ ഏത് പഞ്ചായത്താണ് കാർബൺ ന്യൂട്രൽ വില്ലേജ് ആയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ. ഇപ്പം തന്നെ കമന്റ് ചെയ്യും. ഞാൻ ഉത്തരവുമായി വരുന്നുണ്ട്. ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് പീലിക്കോട്. നോക്കൂ, അടുത്ത പരിപാടി അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഓരോന്നായിട്ട് പറയാം. ഒരു ഗ്രാമം നിങ്ങൾക്ക് പേര് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ആ ഗ്രാമത്തിന് മറ്റൊരു സവിശേഷത ഉണ്ടെങ്കിൽ അതിനെ അവിടെ കണക്ട് ചെയ്തു വെക്കണം. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് പീലിക്കോടാണ്. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്തും പീലിക്കോടാണ്. നേരത്തെ നമ്മൾ പന്മനയെ കുറിച്ച് പറഞ്ഞു. പന്മനയ്ക്ക് മറ്റൊരു PSC കാര്യത്തിൽ നമ്മൾ ഓർമ്മിച്ചൊരുക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ ആ കിട്ടിയ വിവരങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പുസ്തകത്തിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കണം. നോട്ടെടുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പീലിക്കോട് ഏതൊക്കെയാണ്? കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ പുരസ്കാരം, അതുപോലെ തന്നെ ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ. എപ്പോഴൊക്കെ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമോ, കണക്ട് ചെയ്യാൻ പറ്റുമോ, നിങ്ങളത് കണക്ട് ചെയ്യണം, അസോസിയേറ്റ് ചെയ്യണം. മെമ്മറീസ് ആർ കണക്ഷൻസ്. മെമ്മറി എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ആണ്. ഇത് വെറുതെ ഞാനൊരു സാഹിത്യത്തിന് പറയല്ലട്ടാ.
ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. മെമ്മറി എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ടിട്ടായിരിക്കണത്. ഒരു ത്രെഡ് കിട്ടിയാൽ വലിച്ചങ്ങനെ പോരും. അതുകൊണ്ട് പരമാവധി കൂട്ടി പിടിച്ചിരിക്കണം. സോ അങ്ങനത്തെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. നിങ്ങളിത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യണ്ട. നിങ്ങൾ എപ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നു അവിടെ തന്നെ നിങ്ങൾ എഴുതുന്നു. അതും വ്യത്യസ്ത കളറുള്ള പേനോണ്ട് എഴുതി നോക്കൂ. ആ പഴയ കുട്ടിക്കാലത്തേക്ക് പോയി നോക്കൂ. വ്യത്യസ്ത കളറുള്ള പേനോണ്ടൊക്കെ നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ, PSC പഠിക്കുന്ന സമയത്തല്ല. ഓക്കെ, അങ്ങനെ എഴുതി നോക്കൂ. യെസ്, അടുത്തതിലേക്ക് പോകാം. അപ്പൊ രണ്ടാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിനെ കണക്ട് ചെയ്യുക, അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? എന്താണ് നിർമ്മൽ ഗ്രാമ പുരസ്കാരം? നിങ്ങൾ നോക്കി നോക്കണം. ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടുമല്ലോ അല്ലേ? ആ ഗ്രാമവികസന മന്ത്രാലയത്തിലെ കീഴിലുള്ള കുടിവെള്ള വിതരണ ശുചിത്വ വകുപ്പിന്റെ മുൻനിര സംരംഭങ്ങളിലൊന്നാണ് എന്തെന്ന് പറയുന്നത്? നിർമ്മൽ ഗ്രാമം അല്ലേ? 2004 ഇത് ആരംഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾക്കൊക്കെ 100% ശുചിത്വം കൈവരിച്ചാൽ കിട്ടുന്നതാണ്. ഇപ്പൊ പീലിക്കോട് ഫിലമെന്റ് രഹിതവുമാണ്, ഗ്രാമവുമാണ്. എന്താണ് ഫിലമെന്റ് രഹിതം? ജസ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോഴല്ല, നിങ്ങളൊന്ന് അടിച്ചു നോക്ക്. ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ നിർത്താൻ നിങ്ങളെ സഹായിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് വിമുക്ത പഞ്ചായത്ത് പീലിക്കോടാണ്, കാസർഗോഡാണ്. കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് പീലിക്കോട്. പീലിക്കോടിന്റെ 2 സവിശേഷതകൾ മനസ്സിലായി. കേരളത്തിലെ ആദ്യത്തെ തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട്. നമ്മൾ പഞ്ചായത്തുകളിലേക്ക് വന്നുട്ടാ. ഇപ്പൊ നേരത്തെ ഗ്രാമങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. ഇനി പഞ്ചായത്തിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. മാത്രമല്ല, ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മൂന്നാമത്തെ ടിപ്പാണ് ഞാൻ പറയുന്നത്. തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്താണ് അന്തിക്കാട്. ഒഴിഞ്ഞിരിക്കുമ്പോൾ എടുക്കുക. തരിശ് രഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട്. അപ്പൊ അവിടുത്തെ വാക്കുകൾ ഏതാ? നിങ്ങൾക്ക് പരിചയമുള്ള വാക്കുകൾ ഏതാണ്? തരിശ്, അന്തിക്കാട്. നിങ്ങൾ അന്തിത്തരി എന്നുള്ളതിനെ അന്തിത്തിരി എന്നുള്ളത് പലർക്കും അറിയണ്ടായിരിക്കും. അന്തിത്തിരി ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണെങ്കിൽ അന്തിത്തിരി എന്ന് പറയും അല്ലേ? അന്തിത്തിരി. നിങ്ങൾ അതുമായി വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ അന്തിത്തിരിനെ ഒന്ന് ആലോചിച്ച് നോക്ക്. അന്തിത്തിരി വെറുതെ ആലോചിക്കുക. അവിടെ ആ കോഡ് എഴുതി വെക്കുക, അന്തിത്തിരി. ഓക്കെ, വെറുതെ എഴുതി നിങ്ങൾ ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞ കോഡല്ല, നിങ്ങൾ ഉണ്ടാക്കണം. വെറുതെ എഴുതി വെച്ച് നോക്ക്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നാളെ രാവിലെ അന്തിത്തിരി എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ആലോചിക്കണം. ഞാൻ പറഞ്ഞ കോഡല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന കോഡ്. അന്തിത്തിരി നിങ്ങൾ എടുത്തു നോക്കി, നിങ്ങളെടുത്ത് കിട്ടുന്നില്ല. ചിലർക്ക് കിട്ടുന്നുണ്ടാവും. അന്തിക്കാട് തരിശരഹിതം. വെറുതെ എടുത്തു നോക്കി ഒഴിഞ്ഞ സമയത്ത്, ഓ അന്തിക്കാടാ. പിന്നെയോ തിരി എന്ന് പറഞ്ഞാൽ തരിശരഹിത ബ്ലോക്ക് പഞ്ചായത്താണ്. നാളെ നിങ്ങൾ എടുത്തു നോക്കിക്കോ. നിങ്ങൾ ആ ലിസ്റ്റിൽ ആദ്യം ഓർക്കാൻ പോകുന്നത് ഇതായിരിക്കും. നിങ്ങൾ ഒരു തവണ മറന്നിട്ടുണ്ടെങ്കിൽ പോലും, പക്ഷെ നിങ്ങൾ അവിടെ എഴുതി വെക്കണം അന്തിത്തിരി. ഓക്കെ, മൂന്നാമത്തെ ടിപ്പായി. എങ്ങനെ? ചങ്ക് ചെയ്യുക, മുറിച്ച് ഓർമ്മിക്കുക എന്നുള്ള പരിപാടിയാണ്. മുറിച്ച് ഓർമ്മിക്കുന്നതിനോടൊപ്പം നമുക്ക് മുന്നേ അറിവുള്ള ഒന്നിനേറ്റ് കണക്ട് ചെയ്യുന്ന പരിപാടിയുമാണ്. 250-300 കാര്യങ്ങളൊക്കെ ഒരേ ഓർഡറിൽ പറയുന്ന ആളുകൾ ചെയ്യുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന, പറയാൻ അവരെ സഹായിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്കൊത് ചെയ്യാൻ പറ്റും. ഒരു 300 കാര്യങ്ങൾ ഇങ്ങനെ വരിയായി പറഞ്ഞു, അത് അതേപോലെ നിങ്ങളോട് പറയാൻ പറഞ്ഞാൽ പറയും. അത് പ്രാക്ടീസാണ്. ഈ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ഓക്കെ, അടുത്തത് നോക്കൂ. പൊതുജനങ്ങൾക്ക് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത്. അപ്പൊ പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഇരവിപേരൂരാണ്. അപ്പൊ ഇവിടെ നോക്കൂ, സൗജന്യ വൈഫൈ ആണ്, ഇരവിപേരൂരാണ്. പഞ്ചായത്ത് നേടുമ്പോൾ നിങ്ങൾ ആ ലിസ്റ്റിൽ എന്താ ഇടേണ്ടത്? ഇരവിപേരൂർ പഞ്ചായത്തിന്റെ ലിസ്റ്റാണ്. അപ്പുറത്ത് സൗജന്യ വൈഫൈ, അത്രേ വേണ്ടുള്ളൂ. ഇനി അതിൽ നമ്മൾ നേരത്തെ പോലെ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ ഇരവിപേരൂരിൽ നിങ്ങൾക്ക് എന്താണ് പരിചയമുള്ളൊരു പേര്? ഇരവിപേരൂർ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്കൊരു രവിപേരൂരിനെ അറിയിച്ചാൽ വളരെ എളുപ്പമായി, അറിയുന്ന ഒരാളായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ വേണ്ട. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഇരവിപേരൂരിനെ ഈ രവിപേരൂർ എന്നാക്കി മാറ്റാം. കണ്ടുവോ? ചങ്കിങ്. ഈ രവിപേര് നിങ്ങൾ ചങ്ക് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർത്ത് വെച്ചോളന്നില്ല, നിങ്ങൾ ചെയ്യണം.
ഈ രവി പേരൂർ ഡൈവേർജന്റ് തോട്ട് നിങ്ങളുടെ ഭാവന വികസനമാക്കുക. ഓർമ്മകൾ പലപ്പോഴും നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്, യുക്തിയുമായി ബന്ധപ്പെട്ടതല്ല. ചില മണം കേട്ടാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരും. നിങ്ങളെ വളരെയധികം ആഴത്തിൽ മുറിവേൽപ്പിച്ചൊരു കാര്യം മരിച്ചാൽ നിങ്ങൾ മറക്കില്ല. കാരണം ഓർമ്മകൾ വികാരം വൈകാരികതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കഥകൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് അതിൽ മനുഷ്യനുണ്ട്, അവരുടെ വികാരങ്ങളുണ്ട് എന്നതാണ്. അപ്പൊ ഈ രവി പേരൂരിനെ ഓർക്കുമ്പോൾ ഈ രവി പേരൂരിനെ വൈകാരികമായി നിങ്ങൾ അങ്ങനെ ഓർക്കുന്നു. അയാളുടെ ചിലപ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാവും, നിങ്ങളുടെ മനസ്സിൽ വരണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള രവി. അപ്പൊ ആ രവിനെ ഈ രവി പേരൂർ ആയിട്ട് മാറ്റുമ്പോൾ അതിൽ ഈ ഏത് സവിശേഷതയ്ക്കാണ് അയാൾക്ക് കൊടുക്കാൻ പോകുന്നത്? അതിനെ നിങ്ങൾ വൈഫൈ ആയുമായി ബന്ധപ്പെടുത്തണം. അപ്പോ ഒരു കുട്ടീനോട് പറഞ്ഞത് രവിയുടെ വൈഫ് എന്നാ. രവിയുടെ വൈഫ് ഫുൾ ടൈം മൊബൈലിലാണ്. രവിയുടെ വൈഫ് ഫുൾ ടൈം മൊബൈലിലാണ്. പറഞ്ഞ കുട്ടി മൊബൈലിലാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടാ. അപ്പൊ രവിയുടെ വൈഫ് ഫുൾ ടൈം മൊബൈലിലാണ്. അപ്പൊ നോക്കൂ, ഈ രവി പേരൂരിൽ അവൾ രവിനെ ഓർത്തു വെച്ചു, വൈഫൈനെ ഓർത്തു വെച്ചു. നേരത്തെ ഒരു എക്സ്റ്റൻഷനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കഥകൾ ഉണ്ടാക്കുക, ഓർമ്മയിൽ നിൽക്കും. കഥകൾ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കടലാസരഹിത തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? അതും ഈ രവി പേരൂരാണ്. വൈഫൈ ചെയ്തത് ഇനി അതിനെ ലോജിക്കായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്ക്. വൈഫൈ എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്. കടലാസ് രഹിതം എന്ന് പറഞ്ഞാൽ അവിടെ പേപ്പറിൽ എഴുത്തില്ല, ഒക്കെ എന്തായി മാറി? ഇമെയിൽ അതുപോലുള്ള സംവിധാനങ്ങളായി, ഓൺലൈൻ സംവിധാനങ്ങളായി. അപ്പൊ രണ്ടും ഒന്നാണ്, ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ്. പുതിയ കാലത്തെ വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഓർത്തു വയ്ക്കാം. കടലാസ് രഹിത ഇരവി പേരൂർ ഗ്രാമപഞ്ചായത്ത്. അപ്പൊ രവിയുടെ വൈഫ് ഫുൾ ടൈം എവിടെയാണ്? മൊബൈലിലാണ്. കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ പോലും കടലാസിലല്ല എഴുതി കൊണ്ടുപോവുക, വാട്സപ്പിലാണ് എഴുതി കൊണ്ടുപോവുക. ഓക്കെ, കണക്ട് ചെയ്യുക, സ്റ്റോറി ഉണ്ടാക്കുക. അത് ഭാവനാ സമ്പന്നമായിട്ട് ഉണ്ടാക്കുക. എങ്ങനെയാണ് ഭാവനാ സമ്പന്നമാവേണ്ടത്? അതിന് 2 എലമെന്റ് ഉണ്ട്, ഞാൻ പറയാം. 2 എലമെന്റ് ഉണ്ട്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, പഠനം രസകരമായി മാറിയിട്ടുണ്ടായിരിക്കും. പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത് അതാ വരുന്നു, ഇരവി പേരൂർ. 3 ഒന്നിച്ചു കിട്ടിയോ? പ്രധാനമന്ത്രിയുടെ പൊതുഭരണ അവാർഡ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത്. പൊതുഭരണ അവാർഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഗവേണൻസ് ആണ്, സൽഭരണം കൂടിയാണ് പൊതുഭരണം ആവേണ്ടത്. അതിന് നല്ലൊരു മാർഗമാണ് ഈ ഗവേണൻസ്. അത് ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ മുൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രപതി. SCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട് പൊതുഭരണത്തിൽ, നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാ. ആ പാഠം സിലബസിലുള്ളെങ്കിൽ പോലും 10th പ്രിലിംസിന് പോണതിന് മുന്നേ പഠിച്ചു വെച്ചോ. 10ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായം പൊതുഭരണം. ആരാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും. അപ്പോ അതും ഇരവി പേരൂരാണല്ലോ. ഒന്ന് കണക്ട് ചെയ്തിട്ടൊരു കോഡ് പറയും. രവിയുടെ ഭാര്യ, രവിയുടെ വൈഫ് ഫുൾ ടൈം മൊബൈലിലാണ്. കടയിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ പോലും കടലാസിൽ എഴുതിയിട്ടല്ല പോവുക, മൊബൈലിൽ എഴുതിയിട്ടാ പോവുക. ഇപ്പൊ കടലാസ് രഹിത പഞ്ചായത്തായി. അതിൻ്റെ ഒപ്പം പൊതുഭരണ അവാർഡും കൂടി ഒന്ന് കേട്ടിട്ട് ആർക്കെങ്കിലും സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റുമോ നോക്ക്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്തു പഞ്ചായത്ത് കൊടുമൺ. അവിടെ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 2 കാര്യം കൂടി പറയാനുണ്ട്. അങ്ങനെ ഭാവന കാണുമ്പോൾ ഇവിടെ നോക്കൂ, പച്ചത്തുരുത്ത് കൊടുമൺ. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇത് കണക്ട് ചെയ്ത് കഥ ഉണ്ടാക്കിയാൽ മതി. ഇവിടെ നോക്കൂ, ഞാൻ ഉണ്ടാക്കുന്ന ഇതിലേക്ക് പച്ചാന്നും കിട്ടി, മണ്ണെന്നും കിട്ടി. അപ്പൊ പച്ച മണ്ണ്. നിങ്ങൾ ഇങ്ങനെ കഥകൾ ഉണ്ടാക്കുമ്പോൾ അതിശയകരമായ കഥകൾ ഉണ്ടാക്കണം. നമ്മൾ പറയില്ലേ ഭയങ്കര തള്ളാണെന്ന്, അങ്ങനെ തല്ലുന്ന കഥകൾ ഉണ്ടാക്കണം. അപ്പോഴാണ് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാക്കുക. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ പച്ച മണ്ണ്, ആ പച്ച മണ്ണ് നിങ്ങൾ കണ്ണിൽ കാണുകയും വേണം. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങളുടെ ഭാവന വളരെയധികം ഡൈവേർജന്റ് ആവണം, പ്രാക്ടിക്കൽ ഒന്നും ആവണ്ട. നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് പോകണം. അതിശയങ്ങളുടെ കുട്ടിക്കാലം, അതിശയങ്ങൾക്കായി കൊതിക്കുന്ന കുട്ടിക്കാലം.
ആ കുട്ടിക്കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. പച്ച മണ്ണ് ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ചുറ്റും പച്ച മണ്ണ്. നിങ്ങൾ കണ്ണിന് കണ്ടോക്ക്, നമ്മുടെ മനസ്സ് തന്നെ മാറിയിട്ടുണ്ടായിരിക്കും. എല്ലാ നെഗറ്റീവ് ഫീലിങ്ങും പോയിട്ടുണ്ടാവും. പച്ച മണ്ണ് നമ്മുടെ ചുറ്റും. എന്നിട്ട് നിങ്ങൾ കഥ ഉണ്ടാക്കിക്കോ. രവിയുടെ വീട്, രവിയുടെ വൈഫാണ്. രവിയുടെ വൈഫ് ഫുൾ ടൈം മൊബൈലാണ്. അവളുടെ വീടിന്റെ ചുറ്റുപാടും എന്താണ്? പച്ച മണ്ണാണ്. അങ്ങനെ പച്ച പളുങ്ക് പോലത്തെ മണ്ണ് മനസ്സിൽ ഇങ്ങനെ വേണം, തെണ്ണി തിളങ്ങണ മണ്ണ്. എന്നിട്ട് നോക്കണം എന്താ പച്ച? പച്ച എന്ന് പറഞ്ഞാൽ പച്ച തുരുത്ത്. എന്താ മണ്ണ്? കൊടുമണ്ണ്, കടും കളറുള്ള മണ്ണ്. അങ്ങനെ ആലോചിക്കണം. അപ്പൊ ഇതിനായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്നിട്ട് നിങ്ങളിത് മറ്റൊരാളോട് പറയണം. പറയുമ്പോൾ ഒന്ന് ആലോചിക്കണേ, പറ്റണ ആളാണോ എന്ന്. ഇല്ലെങ്കിൽ എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടാ. ചിലപ്പോ ആയിഷയാവും പറയുന്നത്, ആയിഷയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളി. വാപ്പോടോ ഉമ്മോടോ പറയാനുള്ള അവസരം ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ ഭർത്താവിനോട്. അതിനാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ വരൂ, നിങ്ങൾ അവിടെ ഷെയർ ചെയ്തോളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോട് പറയാം. ഒരു 12 വയസ്സ് വരെയുള്ള കുട്ടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അവരിത് കേട്ടിരിക്കും. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് അനിയത്തിമാരോട്, സമപ്രായക്കാരോടായിട്ടുള്ള ആളുകളോട്, വലിയ ജീവിതത്തെ ഫുൾ ടൈം ഗൗരവമല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, എന്നാൽ ഉത്തരവാദിത്വവും പ്രാപ്തിയും ഉള്ള ആളുകളുണ്ട്, കുറച്ച് തമാശക്ക് ഇഷ്ടപ്പെടുന്നവരോട് പറയാം. എന്നിട്ട് കഥ പറയാം, കഥ പറഞ്ഞു കൊടുക്കാം. കളർ കൂട്ടിക്കോ, പറ്റാവുന്ന അർത്ഥവും തള്ളിക്കോ, കളർ ഉണ്ടായിക്കോട്ടെ കഥയിൽ. നിങ്ങൾ ഓർത്തിരിക്കും. വെറുതെ നിങ്ങളുടെ സമയങ്ങൾ നിങ്ങൾ കുട്ടിയുമായിട്ട് ചെലവഴിക്കുമ്പോൾ. അപ്പൊ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത്, രണ്ടും വ്യത്യാസമുണ്ട്. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ വൈഫൈ ഫ്രീ ആക്കിയതാണ് ആര്? നമ്മുടെ രവി പേരൂർ. പക്ഷെ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയത് തൃക്കരിപ്പൂർ. ഓക്കെ, ആ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരേപോലുള്ളത് എഴുതി വെക്കണം, വ്യത്യാസമുള്ളതും ഒന്ന് എഴുതി വെക്കണം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് കഥ ഉണ്ടാക്കിക്കോ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഒരു ടെക്നിക്കും കൂടി ഞാൻ ഇതിൽ പറയും. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് മീനങ്ങാടി പഞ്ചായത്താണ്. ജൈവ വൈവിധ്യ സെൻസസ് ആരംഭിച്ച ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് എടവകയാണ്. അപ്പോ ജൈവ വൈവിധ്യ സെൻസസ് ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് എടവക. എഴുതി വെച്ചോളൂ കേട്ടോ. പഞ്ചായത്തുകളാണ്. പഞ്ചായത്തിന്റെ ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കിക്കോ. കേരളത്തിലെ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത്, അടുത്ത ട്രിപ്പ് ഇത് കഴിഞ്ഞാൽ പറയാം. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടി. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത് ഇടമലക്കുടി. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രഭാഷണത്തിൽ പരാമർശിക്കപ്പെട്ട വായനശാല ഇടമലക്കുടി അക്ഷര വായനശാല. ഇതെന്താ? ഇത് ഈ പഞ്ചായത്തിൽ ഉൾപ്പെട്ടതല്ല, പക്ഷെ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്റ്റാ. അതുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു ഭാഗത്ത് ചെറുതായിട്ട് എഴുതി വെക്കണം. അപ്പൊ മറ്റേ ത്രെഡ് വരുമ്പോൾ ഇതും വരും. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്. മണ്ണിൽ ലയിക്കാത്ത ചാക്കുകൾ പോലെയുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ വിഘടിപ്പിക്കുന്നതിനായി ചിതലിനെ വളർത്തുന്ന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്ത് പുനലൂർ. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ നടപ്പിലാക്കിയ പഞ്ചായത്ത് മലയൻകീഴ്. രാജ്യത്തെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്താകുന്നത് കുമ്പളങ്ങി. പൊതുജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് സേവനങ്ങൾ ലഭിക്കുന്നതിനായി റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്ഥാപനം എലിക്കുളം പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ. സുരക്ഷാ ചക്ര പദ്ധതിയിലൂടെയാണ് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സുരക്ഷ ഏർപ്പെടുത്തിയത്. അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് അവിടെ എഴുതി വെക്കണം. എഴുതി വെച്ചല്ലോ. എത്ര എണ്ണം? ഏറിക്കൂടിയ 10നും 15നും ഇടയിൽ, ഏറിക്കൂടിയ 10ഓ 15ഓ എണ്ണം. ഇത്രയല്ലേ ഉള്ളൂ. ഈ പറയുന്നത് അത്രയില്ല. പഞ്ചായത്ത് വേറെ, ഗ്രാമങ്ങൾ വേറെ, അങ്ങനെയായിട്ട് എഴുതുക. എല്ലാം കൂടി 10-35 വിവരങ്ങളെ ആയിട്ടുള്ളൂ. ഒരു മാർക്ക് അധിക പക്ഷവും ഉറപ്പുള്ളൊരു മേഖലയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് നിങ്ങളുടെ പാസീവായ സമയം മാത്രം ഉപയോഗിച്ചുകൊണ്ട്. ഇനിയുണ്ട് ഒരു ടെക്നിക്ക് നമുക്ക് പറയാം. അതിനു മുന്നേ നോക്കൂ, സർവകലാശാലകൾ. ഇതൊക്കെ എങ്ങനെയാ ഓർത്തു വയ്ക്കുക എന്നല്ലേ വിചാരിച്ചോളൂ. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട എത്ര കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് ആർത്തവകാല അവധി നൽകിയ ആദ്യത്തെ സർവകലാശാല കുസാറ്റ്. വിദ്യാർത്ഥിനികൾക്ക് പ്രസവാവധി നൽകുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല MG യൂണിവേഴ്സിറ്റി. ആദ്യത്തെ AI അധിഷ്ഠിത പ്രോസസർ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ സർവകലാശാല കേരള ഡിജിറ്റൽ സർവകലാശാല.
രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി നൽകുന്ന കേരള സർവകലാശാല. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ സർവകലാശാലയാകാൻ ഒരുങ്ങുന്നത് കേരള സർവകലാശാല. സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ ദേശീയ സമ്പൂർണ്ണ തേൻ ഗുണനിലവാര പരിശോധനാ കേന്ദ്രം നിലവിൽ വന്നത് വെള്ളായണി കാർഷിക സർവകലാശാല. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാല കേരള കാർഷിക സർവകലാശാല. സംസ്ഥാന നൈപുണ്യ വികസന മിഷന് കീഴിൽ അത് കഴിഞ്ഞു. അപ്പൊ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട എത്ര വിവരങ്ങളാണ് വന്നത്? 1, 2, എത്ര സിമ്പിളായിട്ട് ഓർത്താക്കാൻ നോക്കിക്കോട്ടാ. 3, 4, 5, 6, 7 കഴിഞ്ഞു. ഈ 7 എണ്ണം. ഇതിന് ഈ പറയുന്ന പരിപാടി ഒന്നും വേണ്ട. സർവകലാശാല 10-20 എണ്ണല്ലേ, 7 എണ്ണേ ഉള്ളൂ. അതിൽ ആർത്തവകാല അവധി നൽകിയത് കുസാറ്റാണ്. ഇനി നോക്കുക, പ്രസവാവധി നൽകിയത് ആരാണ്? MG യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പൊ 2 സർവകലാശാലകളാണ് അവധി നൽകിയിട്ടുള്ളത്. ഒന്ന് കുസാറ്റ്, ഒന്ന് MG. ഈ സർവകലാശാലകളൊക്കെ തെക്കോട്ടാണ്. നിങ്ങൾ സർവകലാശാലകളെ കുറിച്ച് പഠിക്കുന്നുണ്ടല്ലോ. ഈ സർവകലാശാലകളൊക്കെ തെക്കോട്ടാണ്. തെക്കോട്ടുള്ള ആളുകളാണ് അവധി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വെറുതെ കാറ്റഗറൈസ് ചെയ്യാം. അതില് ആർത്തവകാല അവധി കുസാറ്റും MG യൂണിവേഴ്സിറ്റി പ്രസവാവധിയുമാണ്. കഥ ഉണ്ടാക്കിക്കോ, കുറച്ചെണ്ണേ ഉള്ളൂ. ഇനി നോക്കുക, അപ്പൊ MG ഉണ്ട്, നമുക്ക് കുസാറ്റും പഠിക്കാനുണ്ട്. AI അധിഷ്ഠിത സർവകലാശാല, സ്വന്തമായി AI അധിഷ്ഠിത പ്രോസസർ വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ സർവകലാശാല എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി എഴുതുമോ, കുസാറ്റ് എന്ന് എഴുതുമോ? അവിടെ അതിന് പ്രാപ്തമായത് കേരള ഡിജിറ്റൽ സർവകലാശാല തന്നെയല്ലേ? അതിന്റെ പേര് തന്നെ അല്ലേ ഡിജിറ്റൽ അല്ലേ? അതുമായി ബന്ധപ്പെട്ടതല്ലേ AI? അത് ഓർത്തു വെക്കാൻ എന്താ അത്ര പ്രയാസം? അപ്പൊ ഈ ഒരു വിഷയം നമ്മുടെ മനസ്സിൽ ആൾറെഡി കടന്നു. എപ്പോഴെങ്കിലും ഒന്ന് എടുത്തു നോക്കിയാൽ മതി. 7 എണ്ണത്തിൽ 1 നമ്മുടെ മനസ്സിലേക്ക് തന്നെത്താൻ കയറിയോ? ഇന്റലിജന്റ് ഗസ്സിലൂടെ നിങ്ങൾക്ക് ഇത് കിട്ടും. രക്തദാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസം അവധി നൽകുന്ന സർവകലാശാല കേരള സർവകലാശാല. അവധിയിലേക്ക് 3ാമത്തെ ആൾ കയറി വന്നു. എന്തൊക്കെ അവധി? ആർത്തവാവധി കുസാറ്റ്, പ്രസവാവധി MG യൂണിവേഴ്സിറ്റി, പിന്നെ ഇനി ഓർക്കേണ്ടത് എന്താണ്? രക്തദാനം കേരള സർവകലാശാല. അവധികളെ 3 കണക്ട് ചെയ്തൊരു കഥ ഉണ്ടാക്കിക്കോ. ഉറപ്പായിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. എന്നിട്ട് അത് എഴുതി വെക്കണം. ഇത് എഴുതി വെക്കാൻ ഞാൻ പറയുന്നു, കാരണം അത് കുറച്ചേ ഉള്ളൂ. അത് വ്യത്യസ്ത കളറുള്ള പേനോണ്ട് എഴുതി വെക്കണം. ഒരു ടിപ്പും കൂടി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടിപ്പുകളും, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ടിപ്പുകളും കഴിഞ്ഞു. നിങ്ങളിത് ചെയ്തിട്ട് ഫലപ്രദമല്ലെങ്കിൽ എന്നോട് പറയും. നിങ്ങളുടെ ഒഴിവ് സമയത്താണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ കുട്ടിയായി മാറാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ബാല്യകാലത്തേക്ക് പോവുകയാണ്. നിങ്ങൾ സന്തോഷം, ഡോപ്പാമൈനാണ് നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാവാൻ പോകുന്നത്. അല്ലാതെ PSC പഠനം പ്രഷറായി ചെയ്യേണ്ട ഒരു കാര്യമല്ല. നിങ്ങൾക്ക് സരസമായ ഫ്രണ്ട്സിനെ വീണ്ടും കണ്ടെത്താനുള്ള ഒരു പരിപാടിയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ സർവകലാശാല ആകാൻ ഒരുങ്ങുന്നത് കേരള സർവകലാശാലയാണ്. സംസ്ഥാനത്തെ ആദ്യത്തെ ദേശീയ സമ്പൂർണ്ണ തേൻ ഗുണനിലവാര പരിശോധനാ കേന്ദ്രം, അത് വെള്ളായണിയിലല്ലേ ഉണ്ടാവുക? കാർഷിക സർവകലാശാലയുമായി ബന്ധപ്പെട്ടല്ലേ ഉണ്ടാവുക? അതും അവിടെ ക്ലോസ് ആയോ? 7 എണ്ണത്തിൽ എത്ര എണ്ണമായി മാറി? 2 എണ്ണം നമുക്ക് ആൾറെഡി തലയിൽ കയറി. ഇനി എത്ര എണ്ണേ കയറാനുള്ളൂ? 5 എണ്ണം. 5 എണ്ണത്തിൽ 4 എണ്ണം അവധിയുമായി ബന്ധപ്പെട്ടതല്ലേ? അല്ലേ? ഏതെല്ലാം അവധി? പ്രസവാവധി, ആർത്തവകാല അവധി, അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? രക്തദാനം, അതുമായി ബന്ധപ്പെട്ട അവധി. ഓക്കെ, 3 എണ്ണം. ബാക്കി 2 എണ്ണം അല്ലേ നമുക്ക് ശരിക്കും പഠിച്ചെടുക്കാനുള്ളൂ? അവധിയുമായി ബന്ധപ്പെട്ട് കഥ ഉണ്ടാക്കി എഴുതി. ബാക്കി 2 എണ്ണം അതുകൂടി എഴുതി വെച്ചോ. ഈ 7 എണ്ണം വലിയ മല കയറാനുള്ള ഒന്നുമല്ല, ക്ലാസിഫൈ ചെയ്താൽ. ഇനി ഇവിടെ നോക്ക്, സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ സർവകലാശാലയാകാൻ ഒരുങ്ങുന്നത് കേരള സർവകലാശാല. ഇങ്ങനെയൊന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റണം നിങ്ങൾക്ക്. അത് ഒഴിവ് സമയത്ത് വെച്ചാൽ മതി. അതൊന്നും പഠന സമയത്ത് ചെയ്യരുതേ. നിങ്ങളുടെ കുട്ടീൻ്റെ ഒപ്പം നിങ്ങൾ സ്ലേറ്റ് എടുക്കുക, ഈ കഥ പറയുക. ഒരു കഥ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, ആ കഥ പറയുക. ആ കഥ പറയുമ്പോൾ
നിങ്ങളൊരു സൂര്യനെ വരയ്ക്കുന്നു. ഒരു സൂര്യനെ വരയ്ക്കുന്നു. നിങ്ങൾ കഥ പറയാണ്, ഒരു സൂര്യനെ വരച്ചു. ആ സൂര്യൻ്റെ അടുത്ത് രശ്മി വരുന്നു. സൗരോർജ സർവകലാശാലയാണ്. ആ സൗരോർജം പാനലാണ്. നിങ്ങൾ വരയ്ക്കുന്നു. അവനോട് പറയുന്നു, ഇത് സൂര്യനാട്ടോ, നീയും വരയ്ക്ക്, അവനും വരയ്ക്കുന്നു. ഇത് പാനലാണ്. സൗരോർജ പാനൽ വരച്ചു. സിമ്പിളായിട്ട് വരയ്ക്കുക. നിങ്ങളുടെ മനസ്സിൽ എടുത്ത് വരയ്ക്കണേ. നിങ്ങൾ എത്ര മോശം വരക്കാരനാണെങ്കിലും അതിന് താഴെ നിങ്ങൾ കേരളത്തിൻ്റെ ഒരു മാപ്പ് വരച്ചു. ഇത് കേരളമാണ്. എന്നിട്ട് ഇതിന് മുകളിൽ നിങ്ങൾ എഴുതി സർവകലാശാല. ഇത്രയും നിങ്ങൾ എഴുതിയുള്ളൂ. ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഓ ഇതൊരു ഗംഭീര സാധനമായി നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ ബുക്കിലേക്ക് വരച്ചു വെക്കുക. ഏത്? ഒഴിവുള്ള സമയം. നിങ്ങളുടെ ഒഴിവുള്ള സമയം പ്രൊഡക്റ്റീവായി മാറുന്നു. ഒഴിവുള്ള സമയം എന്തായി മാറുന്നു? പ്രൊഡക്റ്റീവായിട്ട് മാറുന്നു. ഇതും നിങ്ങളുടെ ഓർമ്മയിൽ അതിശക്തമായി നിൽക്കും. നിങ്ങൾ റിക്രിയേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് കിട്ടിയ അറിവിനെ നിങ്ങൾ പുനർനിർമ്മിക്കുകയാണ്. അതാണ് പഠനം എന്ന് പറയുന്നത്. അല്ലാതെ പഠിച്ചത് പാടലല്ല പഠനം മക്കളെ. അതുകൊണ്ടാണ് പഠനം ബോറടിയാവുന്നത്. പഠനം ക്രിയേറ്റീവായി മാറട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഇനി അടുത്ത കുറച്ച് പോയിന്റുകൾ കൂടിയുണ്ട്. സംസ്ഥാനത്തെ നൈപുണ്യ വികസന മിഷന് കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം വന്നത് പാപ്പനംകോട്. കേരളത്തിൽ ആദ്യമായി ISO 9001 അംഗീകാരം ലഭിച്ചത് ഇരവിപേർ പഞ്ചായത്തിലെ ഓതറ. ഇരവിപേർ ഓർക്കുന്നുണ്ടാ? രവിനെ ഓർക്കുന്നുണ്ടാ? ഉണ്ടല്ലേ? ആരുടെ രവി? രവിയുടെ വൈഫ്. അപ്പോ ആദ്യമായി സൗജന്യ വൈഫൈ ഏർപ്പെടുത്തിയത് ഇരവിപേരൂര്. അപ്പൊ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ രവിയുടെ വൈഫുമായി ബന്ധപ്പെട്ടിട്ട്. കടയിലേക്ക് പോകുമ്പോൾ കടലാസ് കൊണ്ടുപോകാറില്ല. ആദ്യത്തെ കടലാസ് രഹിതം. ഓർമ്മ വന്നോ? നിങ്ങൾ പറയ് എസ് അല്ലെങ്കിൽ നോ. ഞാൻ പറഞ്ഞു തന്ന കാര്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വന്നു എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ എത്രത്തോളം നിൽക്കും? നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് മക്കളെ ഇതിന്റെ ശക്തി. സോ ഞാൻ ആദ്യം പറഞ്ഞ വാക്കൊന്ന് തിരുത്തുകയാണ്. എന്താണ് വാക്ക്? ഇതൊക്കെ ഈസിയാണ്, ഇതൊക്കെ പഠിച്ചെടുക്കാം. കൊച്ചി സംസ്ഥാനത്തെ ആദ്യ കനാൽ ജലവൈദ്യുത കേന്ദ്രം. ഇനി ഇതെങ്ങനെ ചെയ്യണം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവാൻ പോകുന്ന പ്രശ്നം? അത് നമുക്ക് പറയാം. മിതമായ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്ന ജനൌഷധി കേന്ദ്രം ഏതാണ്? പാലക്കാടാണ്. ഇനി സ്ഥാപനങ്ങളെയാണ്. സ്ഥാപനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചോട്ടാ. ഞാൻ വിട്ടുപോയ സവിശേഷ ശ്രദ്ധ നേടിയ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യ്. ജില്ലകൾ കമന്റ് ചെയ്യണ്ടേ? ഞാൻ ജില്ലകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഗ്രാമം, പഞ്ചായത്ത്, സ്ഥാപനങ്ങൾ മാത്രം. ജില്ലകൾ നമ്മൾ വേറെ പഠിക്കുക. അവിടെ കുറച്ചും കൂടി കൂടുതലുണ്ട്. ഇത്ര അധികമൊന്നുമില്ല, എന്നാലും കുറച്ചും കൂടി കൂടുതലുണ്ട്. അതിനെ വേറെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുക. ഫിഷറീസ് മേഖലയിലെ രാജ്യത്തെ ആദ്യത്തെ ഇൻക്യുബേഷൻ കേന്ദ്രം കുഫോസ് കൊച്ചി. സംസ്ഥാനത്ത് ഗ്രാഫീൻ ഉൽപാദന കേന്ദ്രം ആരംഭിക്കുന്നത് കളമശ്ശേരി. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര. നിപ്പ ഗവേഷണത്തിനായുള്ള ഏക ആരോഗ്യ കേന്ദ്രം നിലവിൽ വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾ തലകുലുക്കും. ഓക്കെ, നടപ്പിൽ വരുത്തില്ല. എന്താ കാരണം വെച്ചാൽ എപ്പോഴും നമ്മുടെ പീർ ഗ്രൂപ്പാണ് നമ്മളെ ഇതിനൊക്കെ സഹായിക്കുക. അപ്പൊ എൻ്റെ അടുത്ത് അതിനൊരു വഴിയില്ല, നിങ്ങളെടുത്താണ് വഴി. ഞാനൊരു പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോം കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ഈ യൂട്യൂബ് വീഡിയോൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കിട്ടും. ആ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവിടെ ഇമെയിൽ മാത്രമേ, നിങ്ങളുടെ ഫോൺ നമ്പറൊന്നും ആർക്കും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ദിവസം അവിടെ കയറാം, നിങ്ങളുടേതായിട്ടുള്ള കോഡുകൾ അവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം വെറുതെ. അതിഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യട്ടെ. ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് റാങ്കുകൾ ഇങ്ങനെ കൂടി കൂടി വരും. അവിടെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ടാക്കാം? പരസ്പരം അത് ഇങ്ങനെയും കൂടി കോഡാക്കാമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന പുതിയ കോഡുകൾ അത് അതിനിടയിൽ കമൻറ്റ് ചെയ്യാം. എന്നൊരു കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി ലേണിംഗ് ആണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ പ്രയോഗിക്കാൻ. സാധാരണ ഇതൊക്കെ എല്ലാവരും കേട്ടിട്ടോ ചെയ്യാമെന്ന് വിചാരിക്കും. നോ, ഇന്നു മുതൽ ചെയ്തു തുടങ്ങാം. ഇന്നു മുതൽ നിങ്ങളുടെ ഒഴിവ് ദിവസം. അപ്പം നിങ്ങൾക്ക് ഒരാൾ പറയാനില്ലേ? നിങ്ങൾക്കിത് ചെയ്തു തരാൻ ഒരാളില്ലേ? നിങ്ങളായിട്ട് അവിടെ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ട്. ജപ്പാനിൽ ഒരു പഴമൊഴിയുണ്ട്, ആരും അത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അത് ചെയ്യും. ആരും അത് ചെയ്യുന്നില്ലേ? ഞാൻ ചെയ്യും. പിന്നെ ഒരുപാട് ആൾക്കാർ ചെയ്തോളും. നമ്മൾ കുറച്ച് ദിവസം സ്ഥിരമായി ചെയ്തു നോക്കും. ഞാൻ ആ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി. അവിടെ ആരും ആക്റ്റീവ് ആവുന്നില്ല. ഫ്രീ ആണ്. അവിടെ PSC വേണ്ടി മാത്രമാണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ 5G ക്യാമ്പസ് ഫാറൂഖ് കോളേജ്.
സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രതിരോധ മന്ത്രാലയം നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ സൈനിക സ്കൂൾ മാലാപ്പറമ്പ് വിദ്യാലയം കോഴിക്കോട്. കേരളത്തിലെ ആദ്യത്തെ ഫ്രീ ബാഗ് സ്കൂൾ തരിയോട് SALPS വയനാട്. ഇത് സ്കൂളുകളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നോക്കൂ, ലോകത്തെ ഏറ്റവും വലിയ പക്ഷി ശില്പം ജഡായു ആണ്. പലതവണ കേട്ടിട്ടുണ്ടല്ലോ. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ നിരന്തരമായി പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. ചോദ്യങ്ങൾ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെറുതെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം, നിങ്ങൾ പിന്നെ കുറച്ച് നേരം മുണ്ടണ്ട, എന്നിട്ട് ഓപ്ഷൻ കൊടുക്കുക: അറ്റ്ലാന്റ് ഫാൽക്കൺ, ഗരുഡ വിഷ്ണു, ജഡായു, സാൻഡ് ഫിൽക്കനെ. മൊബൈലിൽ വെറുതെ റെക്കോർഡ് ചെയ്യുക. എഴുതാനും നിൽക്കേണ്ട, നേരം പോവല്ലോ. 4 ഇതുപോലത്തെ ചോദ്യം കിട്ടാൻ. ഉത്തരം പറയാൻ നിൽക്കണ്ട. ഉത്തരം നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം 1, നിങ്ങൾ പറയുമ്പോൾ എങ്ങനെ എഴുതണം? 1 ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഓപ്ഷനും 4 ഉത്തരവും ഉണ്ടെങ്കിൽ 4 ഓപ്ഷനും കൊടുക്കുക. എന്നിട്ട് അത് കേൾക്കുക. കേട്ടിട്ട് ഉത്തരം എഴുതുക. നിങ്ങൾ തന്നെ ചോദ്യം ഉണ്ടാക്കുന്നു, നിങ്ങൾ തന്നെ ഉത്തരം എഴുതുന്നു. ഏറ്റവും വലിയ പ്രാക്ടീസാണ്. ഏറ്റവും വലിയ പ്രാക്ടീസ്. ഞാൻ വീണ്ടും പറയുന്നു, ഇതൊക്കെ സ്ഥിരമായി ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഒഴിവു സമയം ഒരു ദിവസം ചെയ്തിട്ട് അവസാനിപ്പിക്കേണ്ടതല്ല. ചെയ്യലാ വല്ലതുമാവുവോളം ചെയ്തിടാലൊട്ടത് നിർത്തിയിടല്ല. ശ്രീനാരായണ ഗുരു. കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ്. അതിനെപ്പോഴും ഒരു പീർ ഗ്രൂപ്പ് ചുറ്റുമുണ്ടാവുക എന്നുള്ളതാണ്. അതിനൊരു സംവിധാനമാണ് ഓൺലൈനായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ജഡായു നേച്ചർ പാർക്ക് ചടയമംഗലം. ജഡായു നേച്ചർ പാർക്ക് രൂപകൽപ്പന ചെയ്തത് രാജീവ് അഞ്ചലാണ്. ജഡായു നേച്ചർ പാർക്കിന്റെ ബ്രാൻഡ് അംബാസിഡർ സുരേഷ് ഗോപിയാണ്. ജഡായു എർത്ത് സെന്ററിന്റെ പ്രഥമ ജഡായു പുരസ്കാരത്തിന് അർഹനായത് നെടുമുടി വേണുവാണ്. ഒരു കോഡ് ഉണ്ടാക്കുക. ആരെങ്കിലും നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടൊന്ന് കമന്റ് ചെയ്യുക. ഒരു കോഡ് ഉണ്ടാക്കിയിട്ട്, ഒരു കഥ ഉണ്ടാക്കിയിട്ട്. അതിനോടൊപ്പം തന്നെ ഓർക്കണം, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ PSCക്ക് ചോദിക്കുന്നതാണ്. ജഡായു പ്രതിമ വന്നപ്പോൾ അതും കൂടി നമ്മൾ അവിടെ കയറ്റി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതിന്റെ ഉയരം 182, 597 ഫീറ്റ്. ഗുജറാത്തിലെ നർമ്മദ ജില്ലയിൽ സർദാർ സരോവർ ഡാമിലുള്ള സാധു ബൈറ്റ് എന്ന നദീദ്വീപിൽ രൂപകൽപ്പന ചെയ്തത് രാംവി സുധർ. ഓക്കെ, അടുത്തത് KSRTCയുടെ ആദ്യ ഫീഡർ സർവീസ് വട്ടിയൂർക്കാവ്. ഇനി സ്ഥാപനങ്ങളാണ്. കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനം വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കയർ കോർപ്പറേഷന്റെ ആദ്യ ഔട്ട്ലെറ്റ് ആരംഭിച്ചത് ഓച്ചിറ. എത്ര എണ്ണം നോക്കാം? 2 രാജ്യത്ത് ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലം ധർമ്മടം. ധർമ്മടവുമായി ബന്ധപ്പെട്ട് മുന്നേ PSC ചോദിച്ച ചോദ്യം അവിടെ എഴുതണം. എന്താ ചോദ്യം? ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? ധർമ്മടം നിയമസഭാ മണ്ഡലം ഏത് ജില്ലയിലാണ്? കണ്ണൂരാണ്. അപ്പൊ രാജ്യത്തുള്ള മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും പഠിക്കണോ? എൻ്റെ അഭിപ്രായത്തിൽ വേണ്ട. 140 നിയമസഭാ മണ്ഡലങ്ങളും ഓരോ ജില്ലയിലും പഠിക്കണോ? പഠിക്കണ്ട. കാരണം ഇത് മുഖ്യമന്ത്രിയുടെ ആയതുകൊണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ചേലക്കര ഇനി ഏത് ജില്ലയിലാണെന്ന് ചോദിക്കും. അത് ഇപ്പോഴല്ല, ഒരു 2-3 മാസം കഴിഞ്ഞ് വരുന്ന ചോദ്യത്തിന്. ഇപ്പോഴുള്ള പരീക്ഷയ്ക്ക് അതും ചോദിക്കില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ആ ചോദ്യത്തിന്റെ പഠിക്കുമ്പോൾ അവിടെയാണ് ഞാൻ അവസാനം പറയാൻ പോകുന്ന പോയിന്റ്. അത് ഞാൻ ഏറ്റവും അവസാനം പറയാം. പഠിക്കുമ്പോൾ അതും കൂടി ചേർത്താലേ ഇത് പൂർത്തിയാവുള്ളൂ. അപ്പൊ ഇവിടെ എത്ര ഉണ്ട് നോക്കാം. അത് 3 കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് 4. കേരളത്തിലെ ആദ്യത്തെ പാചകവാതക ഇറക്കുമതി ടെർമിനൽ 5. സംസ്ഥാനങ്ങളിലെ GST തർക്ക പരിഹാരത്തിനുള്ളത് അത് തിരുവനന്തപുരം 6. ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം 7. പ്രകൃതി ദുരന്തം, വ്യോമാക്രമണം തുടങ്ങിയ ഏത് അടിയന്തര സാഹചര്യങ്ങളിലും അപായ മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള സംസ്ഥാനത്തെ ആദ്യ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത് രാജമല, ഇടുക്കി 8. എയർ റെയ്ഡ് വാർണിംഗ് സിസ്റ്റം കേരളത്തിൽ ആദ്യമായി നിലവിൽ വന്നത് തിരുവനന്തപുരം, കൊച്ചി 9. സംസ്ഥാനത്തെ ആദ്യത്തെ സിനിമ ടൂറിസം കേന്ദ്രം കിരീടംപാലം 10. കേരളത്തിലെ ആദ്യത്തെ ലിക്വിഫൈഡ് CNG പ്രവർത്തനം ആരംഭിക്കുന്നത് കൊച്ചുവേളി, ചേർത്തല 11. G20 രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഷെർപ്പമാരുടെ 2ാമത്തെ യോഗത്തിന്റെ വേദി കുമരകം. ഇമ്പോർട്ടൻ്റ് ആണ്. സംസ്ഥാന സർക്കാരിന് കീഴിലെ സ്പൈസസ് പാർക്ക് നിലവിൽ വരുന്നത് 12ാമത്തെയായി. ഫിഷറീസ് വകുപ്പിന് കീഴിൽ കേരളത്തിലെ ആദ്യത്തെ മത്സ്യവിഭവ റെസ്റ്റോറൻറ്റ് വന്നത് ആഴാങ്കുളം, വിഴിഞ്ഞം 13. ഏഷ്യയിലെ ആദ്യത്തെ ഡിസൈനർ സർവകലാശാല പുത്തൂർ സുവോളജിക്കൽ പാർക്ക് 14. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ ആദ്യ അന്തേവാസി വൈഗ എന്നുകടവ
17. ഇന്ത്യയിലെ ആദ്യത്തെ 3-ാം തലമുറ 3G 18. എന്തെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ വന്നോ? ഒന്നും നിങ്ങളുടെ ഓർമ്മയിൽ വന്നിട്ടുണ്ടാവില്ല. ഈ പഠനം തെറ്റാണ്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേര് ലെഫ്റ്റ് അടിച്ചു പോയിണ്ടാവും, പക്ഷെ ഇതൊന്ന് ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഇതല്ല പഠനം. അവിടെ ക്രിയേറ്റിവിറ്റി, ഞാൻ 5 ടൈപ്പ് ക്രിയേറ്റിവിറ്റി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എഴുത്ത്, ചിത്രം വര, അസോസിയേഷൻ, ഭാവനാസമ്പന്നമായി വിചാരിക്കുക, അതുമായി കഥ ഉണ്ടാക്കുമ്പോൾ തള്ളൽ വേണം, വികാരം വേണം, ബന്ധമുള്ളതുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. ഇതൊക്കെ ഈ 5 നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. ആൻഡ് ദ ലാസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ടിപ്പ് അതും കൂടി നമുക്ക് പറയാം, അവസാനം പറയാം. സംസ്ഥാനത്തെ ആദ്യത്തെ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിലവിൽ വന്നത് കടകംപള്ളി. സംസ്ഥാനത്തെ ആദ്യത്തെ വനം മ്യൂസിയം കുളത്തൂപ്പുഴയാണ്, കൊല്ലത്തെ കുളത്തൂപ്പുഴയിലാണ് ആദ്യത്തെ വനം മ്യൂസിയം. ആദ്യത്തെ ദീപാലംകൃത പാലം ഫറൂഖ് പാലം. നിങ്ങൾ ആ ഫറൂഖ് പാലം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കണ്ണുകൊണ്ട് മനസ്സ് കാണണം. ആ ഫറൂഖ് പാലത്തോട് ഇങ്ങനെ പോവുക, ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. കൺസെപ്ച്വലൈസ് ചെയ്യണം കാണുന്നത്, കൺസെപ്ച്വലൈസ് ചെയ്തിരിക്കണം. നിങ്ങൾ അതിലൂടെ ഒരിക്കൽ പോയാൽ മതി മനസ്സുകൊണ്ട്. ഫറൂഖ് പാലം നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ മനസ്സിലൂടെ അതിലൂടെ പോവാണ്. അവിടെ ദീപം ഇങ്ങനെ കൊളത്തി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടുമായിട്ടാണ്, ഒരു വൈകുന്നേരമാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ട്, അതും വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. ഹൗ എന്തൊരു രസം കണ്ട് നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മറക്കില്ല മക്കളെ, നിങ്ങൾ മരിച്ചാലും ആ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ കടന്നു പോകണം. ഞാൻ വീണ്ടും പറയുന്നു, ഓർമ്മകൾ നിങ്ങളുടെ വികാരങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ളവയാണ്. വികാരങ്ങളുടെ സ്പൈസ് ആഡ് ചെയ്തുകൊണ്ട് വേണം ഓർമ്മകളെ നമ്മുടെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്യാൻ. പിന്നെ പറ്റി പിടിച്ചിരിക്കുക, ഓർമ്മയിൽ പറ്റി പിടിച്ചിരിക്കുക, എവിടേക്കും പോകാൻ പോകുന്നില്ല. പക്ഷെ അതിലൂടെ കടന്നു പോകണം. 5 സെൻസുകളും ഉപയോഗിക്കണം നിങ്ങളുടെ ആ ഓർമ്മയെ ശക്തിപ്പെടുത്താൻ. 5 സെൻസുകളും, മണം, ഗന്ധം, ഓക്കെ, കാഴ്ച, കേൾവി, സ്പർശം, ഈ 5 ഉറപ്പിച്ചു വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതിനെ ഉറപ്പിക്കാൻ. പ്രോസ്റ്റേറ്റ് വീക്കത്തിനുള്ള ശസ്ത്രക്രിയ രഹിത ചികിത്സ യൂറോ ലിഫ്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ ഹോസ്പിറ്റൽ ആംസ്റ്റർ മെഡിസിറ്റി. കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് വണ്ടി ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരം, കാസർഗോഡ്. ലോകത്താദ്യമായി നടന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് വേദിയാകുന്ന നഗരം തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ഇമ്പോർട്ടൻ്റ് ആണ്, തൃശ്ശൂർ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്കും തോന്നി. ശക്തൻ നഗറിലാണ് കേട്ടോ ഈ നടപ്പാത വന്നത്, തൃശ്ശൂർ ശക്തൻ നഗറിൽ. അമൃത് പദ്ധതി പ്രകാരമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. നോർമലി എറണാകുളത്താണല്ലോ ഏറ്റവും കൂടുതൽ വികസനം വരുന്നത്. അപ്പോൾ ഓഫീസ് സമുച്ചയം എവിടെ തന്നെയാണെന്ന് ആലോചിക്കാം, കൊച്ചിയിലാണെന്ന് ആലോചിക്കാം. നിപ്പോൺ Q1 എന്ന പേരിലാണ് നിലവിൽ വരുന്ന ബിസിനസ് പാർക്കിന് 5 ലക്ഷം ചതുരശ്ര അടിയാണ്. 5 ലക്ഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ അവിടെ മനസ്സുകൊണ്ട് ഇത് പോയോക്കണം. ഇപ്പൊ 5 ലക്ഷം ഉറക്കും. ഓക്കെ, എത്ര പേര് അവിടെ നിൽക്കുന്നുണ്ട്? നിപ്പോൺ Q1 വലിയ ക്യൂ ആയിരിക്കും കാണാൻ. അങ്ങനെയൊക്കെ ബന്ധപ്പെടുത്തി ആലോചിക്ക്. 2023 ജൂലൈയിൽ പ്രസാർ ഭാരതി പ്രക്ഷേപണം അവസാനിപ്പിച്ച കേരളത്തിലെ FM അനന്തപുരി FM ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾഫ് ടൂറിസം പദ്ധതി നടപ്പാക്കുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവള കമ്പനി കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ്, സിയാൽ. പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രം, കടുവ സങ്കേതം, അതായത് ഇത് വേറെ ചോദ്യമാണ്. 2024 ജനുവരിയിൽ 11 ഇനം പുതിയ ജീവിവർഗത്തെ കണ്ടെത്തിയ കടുവ സങ്കേതം പറമ്പിക്കുളം കടുവ സംരക്ഷണ സങ്കേതം. അപ്പൊ കടുവ വരുമ്പോൾ നമുക്കറിയാം അത് അധികവും പറമ്പിക്കുളമായിരിക്കും. ഓക്കെ, കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം, അതും കൂടി വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എന്നിട്ട് അവസാനത്തെ ടിപ്പ് പറയാം. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടിയാണ്. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി അഗുംബെ ആണ്. കേരളത്തിലെ ചിറാപുഞ്ചി ലക്കിടിയാണ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ചിന്നാർ ഇടുക്കിയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മഴനിഴൽ പ്രദേശം ചിന്നാർ എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? കമന്റ് ചെയ്യാൻ പറ്റും. എന്താ മഴനിഴൽ പ്രദേശം? എന്തുകൊണ്ട് ചിന്നാർ ഇടുക്കി മഴനിഴൽ പ്രദേശമായി? കേരളത്തിലെ സ്വിറ്റ്സർലൻഡ് വാഗമണ്ണാണ്. എന്തുകൊണ്ട്? കേരളത്തിലെ കാശ്മീർ എന്ന് മുന്നാറിനെ വിളിക്കുന്നത് എന്തുകൊണ്ട്? കോക്ക് ഫോർട്ട് എന്ന് കോഴിക്കോടിനെ വിളിക്കാനുള്ള കാരണം എന്ത്? കേരളത്തിലെ വൃന്ദാവനം എന്ന് മലമ്പുഴയെ വിളിക്കാനുള്ള കാരണം എന്ത്? കേരളത്തിലെ ഊട്ടി എന്ന് റാണിപുരത്തെ വിളിക്കാനുള്ള കാരണം എന്ത്? ജസ്റ്റ് ഗൂഗിൾ ചെയ്യ്.
ജെമിനിയോട് ചോദിക്കുക, AI പോലുള്ള ടൂളുകളുമായിട്ട് എന്നോട് ചോദിക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക എന്താണ് എന്നുള്ളത്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അവസാനത്തെ ടിപ്പ്, ഏറ്റവും അവസാനത്തെ ടിപ്പ്, ധാരാളം വിവരങ്ങൾ ഇതിൽ എഴുതി ചേർക്കണ്ട എന്നുള്ളതാണ്. ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം സമാനമായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുക. അതിന് ഏറ്റവും ബെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആകട്ടെ നിങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്ന ഒന്ന്. നിങ്ങളുടെ സോഴ്സ് ഏറ്റവും പ്രധാനമായും നിങ്ങൾ കേരള PSC ബുള്ളറ്റിൻ എടുക്കുക. കേരള PSC ബുള്ളറ്റിൻ നമ്മൾ എല്ലാ കറണ്ട് അഫയേഴ്സ്, കേരള PSC ബുള്ളറ്റിനുമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇതായി നവംബർ 1 തീയതി മുതൽ നമ്മൾ തുടങ്ങി. നവംബർ 1 മുതൽ കേരള PSC, മാതൃഭൂമി തൊഴിൽ വാർത്ത, മനോരമ തൊഴിൽ വീതി, ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്, കേരള PSCയിലെ ഫുള്ളും, മറ്റിടത്ത് എനിക്ക് പ്രധാനമാണെന്ന് തോന്നുന്ന ഫുൾ കറണ്ട് അഫയേഴ്സും നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. അവിടെ നിങ്ങൾക്ക് ആർട്ടിക്കിളായിട്ടോ അതല്ലെങ്കിൽ PDF ആയിട്ടോ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും. അവിടെയൊക്കെ വരുന്ന കറണ്ട് അഫയേഴ്സ് ഞാൻ ചിലത് വീഡിയോ ആയിട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും. യൂട്യൂബിലല്ല, കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സോഴ്സ് നിങ്ങൾ തീർച്ചയായും PSC ബുള്ളറ്റിനിലേക്കും SCERT ടെക്സ്റ്റ് ബുക്കിലേക്കും നിങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്നത് ആരെയും ഉറപ്പിക്കുക, PSC ക്വസ്റ്റ്യൻ പേപ്പറിനെയും ഉറപ്പിക്കുക. എന്നിട്ട് ഒരു PSC ക്വസ്റ്റ്യൻ വരാനുള്ള കാരണം പുതു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ ആംഗിളിലതാ ഞാൻ പറഞ്ഞു, ധർമ്മടം ഏത് നിയോജക മണ്ഡലത്തിലാണ് അല്ല ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാനുള്ള കാരണം, ധർമ്മടം എന്താണ്? ധർമ്മടം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എന്താണ് നിയമസഭാ മണ്ഡലമാണ്. അപ്പൊ അതിന്റെ കോണ്ടക്സ്റ്റ് നോക്കുക, എന്നിട്ട് മതി ഈ 140 നിയമസഭാ മണ്ഡലങ്ങളും പഠിക്കലും. അല്ലെങ്കിൽ ആരാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് ഇപ്പൊ ചോദിക്കാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് സന്ദർശിച്ച അയാളുടെ പേര് ചോദിക്കും. അതുമായി ബന്ധപ്പെട്ടപ്പോൾ ഉക്രൈൻ്റെ പ്രധാനമന്ത്രിയെ ചോദിക്കാം, കാരണം റിലവൻ്റ് ആയി നിൽക്കുകയാണ്, യുദ്ധം നടക്കുകയാണ്. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയെ ചോദിക്കാം, ഇറാഖിൻ്റെ പ്രധാനമന്ത്രിയെ ചോദിക്കാം. പക്ഷേ ലോകത്തെ 177 രാഷ്ട്രങ്ങളുടെയും പ്രധാനമന്ത്രിമാരുടെ പേര് പഠിച്ചു വെക്കണം. എല്ലാ ജില്ലകളുടെയും വിസ്തീർണം, ഒരു ജില്ലയുടെ വിസ്തീർണം കണ്ടാൽ ഉടനെ എല്ലാ ജില്ലയുടെയും വിസ്തീർണം പഠിച്ച് നിങ്ങളുടെ ജില്ലയുടെ വിസ്തീർണം അറിഞ്ഞാൽ മതി. നിങ്ങൾ ഇനി അതിനപ്പുറത്തേക്ക് വന്നാലോ നിങ്ങൾ അതിന് ഉത്തരം എഴുതണ്ട, അല്ലാതെ തന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അതിനും കൂടി ഉത്തരം എഴുതുന്ന രീതിയിലാണ് നിങ്ങളുടെ പഠനമെങ്കിൽ മൂക്കിൽ പല്ല് മുളയ്ക്കുന്നത് വരെ നിങ്ങൾ PSC കിട്ടാൻ പോകുന്നില്ല. ഞാൻ തമാശക്കല്ല പറയുന്നത്. ലോകത്തുള്ള സകലതും പഠിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പഠിച്ച് തീർക്കേണ്ടത് ആദ്യം പഠിച്ച് തീർക്കുക, പിന്നെ ഓരോ സ്റ്റെപ്പായിട്ട് അടുത്തേക്ക് കയറിയാൽ മതി. നിങ്ങൾ അങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾ ലിസ്റ്റിലെത്തിയിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോം മറക്കണ്ട, താഴെ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യുക. നമുക്കൊന്നിച്ച് 2025 സർക്കാർ ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് നടന്നു.